ശ്രീ സമ്പത്ത്, ദില്ലി ആസ്ഥാനമാക്കി പൊതുപ്രവർത്തനത്തിൽ വലിയ പരിചയമുള്ള വ്യക്തിത്വം എന്ന നിലയിൽ കൂടിയാണ് ഞാൻ താങ്കളിലേക്ക് വരുന്നത്. ശ്രീ എ സമ്പത്ത്, നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ ഇത് ദില്ലിയുടെ മാത്രം 4 അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല. ഇത് ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പരിപ്രേക്ഷ്യം കൃത്യമായി അതിലുണ്ട്. ആ സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അവിടെ ഇന്ത്യ മുന്നണി എന്ന BJP വിരുദ്ധമായ ചേരിയെ ദുർബലമാക്കുന്ന ഘട്ടം ഉയർത്തിവിടുന്നത് കോൺഗ്രസ് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ. ശ്രീ എ സമ്പത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഡൽഹിയിലെ ജനങ്ങളുടെ പ്രതിനിധികളായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവരെയും നിയുക്ത MLA മാർ, അവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അവർ ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാത്തിലും ഉപരിയായി ഏത് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരായിരുന്നാലും ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായി തയ്യാറാവണം. അതിനനുസരിച്ചുള്ള ചുമതലകൾ നിർവഹിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിച്ചേർന്ന എല്ലാ ജനങ്ങളെയും, ഡൽഹിയിലെ അത്തരത്തിൽ സമ്മതിദായകരെയും ഒപ്പം അതിന് അവരെ സഹായിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാം നമ്മൾ ഈ വേളയിൽ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു നമ്പർ ഗെയിമാണ്. സാങ്കേതികമായ അർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് മുമ്പ് തന്നെ EMS നമ്പൂതിരിപ്പാട് മുതൽ ശ്രീ LK അദ്വാനി വരെയുള്ള ആ കാലത്തെ മുതിർന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ സമൂലമായ പരിഷ്കരണത്തെ സംബന്ധിച്ച് രാജ്യമെമ്പാടും, അന്ന് ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും കാര്യമായി വന്നിട്ടില്ല, സോഷ്യൽ മീഡിയ വന്നിട്ടില്ല, ഈ പ്രിൻ്റ് മീഡിയ പത്രങ്ങൾ മാത്രമുള്ള കാലത്ത്, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്, 40 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടർന്നൊന്നും പോയില്ല. ഇപ്പോൾ നമ്മൾ ഡൽഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഡൽഹി എല്ലാവരുടെയും നഗരമാണ് എന്ന് പറയുമ്പോഴും ആരുടെയും നാടല്ല എന്ന് ഡൽഹിയിൽ ഒരു ചൊല്ലുണ്ട്. ആ ഹിന്ദി ചൊല്ല് പറഞ്ഞാൽ നമ്മുടെ മലയാളം പ്രേക്ഷകർക്ക് മനസ്സിലാകില്ല. അവിടെ ഉപജീവനാർത്ഥം എത്തുന്നവരും തൊഴിൽ തേടി എത്തുന്നവരും തൊഴിലുള്ളവരും ചെറുകിട വ്യാപാരികളും ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്നവരും അത്തരത്തിൽ ഒരു പക്ഷേ പണ്ട് കാലത്തെ അഭയാർത്ഥികളായി അത്തരത്തിൽ വന്നതുപോലെ പല കുഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരും ഒക്കെ ഉണ്ട്. പരസ്പരം കണ്ടാൽ അറിഞ്ഞുകൂടാത്തവരും അത്തരത്തിൽ ഒരു കൂരയ്ക്ക് കീഴിൽ തന്നെ താമസിക്കുമ്പോഴും പരസ്പരം അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാത്തവരും അടക്കമുള്ള മധ്യവർഗ്ഗക്കാരും അതിസമ്പന്നരും എല്ലാം ചേർന്നിട്ടുള്ള ഒരു നഗരമാണത്. 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിലേക്ക് വരികയാണ് എന്ന് BJPക്ക് അഭിമാനിക്കാം സ്വാഭാവികമായി. ഇവിടെ ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താകുന്നു എന്നുള്ളത് കൊണ്ട് ആ പാർട്ടിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും എഴുതി തള്ളേണ്ടതില്ല. ഇന്ന് കേരളത്തിലെ സ്ഥിതി നോക്കുക. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിനുണ്ടായിരുന്ന MLA മാരുടെ പകുതി MLA മാർ മാത്രം എന്ന് പറയാവുന്ന നിലയിലേക്ക് എത്തുമ്പോഴും കേരളത്തിൽ UDF എഴുതിത്തള്ളാവുന്ന അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മുന്നണിയാണോ? അല്ലല്ലോ. നമ്മൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബഹുജൻ സമാജ് പാർട്ടി അവരുടേതായിട്ടുള്ള നിയമസഭയിലെ അല്ല ലോക്സഭയിലെ പാർലമെൻറ്റിലെ അംഗബലമെല്ലാം കുറവാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വോട്ടില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല എന്ന് പറയരുത്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലാത്തതായിട്ടുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, ചില മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ, ആ സംഘടനകൾക്കുൾപ്പെടെ ജനങ്ങളിലൊന്നും ഒരു സ്വാധീനവും ഇല്ല എന്ന് നമ്മളങ്ങനെ കണ്ണടച്ച് പറഞ്ഞു കളയരുത്. ഇവിടെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായ സംഘടനാപരമായ ദൗർബല്യങ്ങൾ അവരാണ് ഈ കാര്യത്തിൽ വിശകലനം ചെയ്യേണ്ടത്. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ വിവിധ കരങ്ങളെ, ദ ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ്, 2 BJPയെ, 3 RSSൻ്റേതായ കാലാൾപ്പടയെ, ഫുട്ട് സോൾജേഴ്സിനെ, 4 അവിടുത്തെ ലഫ്റ്റനൻ്റ് ഗവർണറേക്കാൾ കൂടിയതാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ എന്നുള്ള നിലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രി കാര്യാലയത്തിൻ്റെ ചട്ടുകമായി എത്ര നാണംകെട്ട നിലയിലും ഒരു ലഫ്റ്റനൻറ്റ് ഗവർണർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീരുന്നില്ല. ഡൽഹിയിലെ ഒരു സർക്കാർ ക്ലർക്കിനെ സ്ഥലം മാറ്റാനുള്ള അധികാരം പോലും ഇല്ലാത്തതായി
അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ, അതൊരു അർദ്ധ സർക്കാരാണ്, അർദ്ധ സംസ്ഥാനമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, അതൊരു കേന്ദ്രഭരണ പ്രദേശമല്ല. ആ നിലയിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരും അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറും തമ്മിൽ എത്ര കേസുകളാണ് നടക്കേണ്ടി വന്നത്? സുപ്രീം കോടതി തന്നെ ഒന്നിലധികം തവണ പറയേണ്ടി വന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ്, അതിനോട് നിഷേധാത്മകമായ സമീപനവും തടസ്സം ചെയ്യലുമല്ല എന്നുള്ളത്. കോടതി ഉത്തരവുകളെ അടക്കം ലംഘിച്ചുകൊണ്ട് LG ആയിരക്കണക്കിന് മരങ്ങൾ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ അഴിമതിയും അത്തരം കാര്യങ്ങൾ. ഞാനിവിടെ വേറെ കാര്യങ്ങൾ BJPയുടെ ഒരു പ്രതിനിധി പറഞ്ഞു, ഇപ്പോൾ അഴിമതി കേസ്, അഴിമതി കാര്യം എന്നൊക്കെ പറയുകയുണ്ടായി. ജയിൽവാസം അനുഭവിക്കുന്നത് അത് ഈ കുറ്റവാളിയായി അവിടെ കോടതി പ്രഖ്യാപിച്ചത് കൊണ്ടല്ല, രാഷ്ട്രീയമായ വേട്ടയാടലാണ്. ഇന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ സൊഹ്റാബുദ്ദീൻ വധക്കേസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ഫേക്ക് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള അറിയാമല്ലോ, ആ കൊലപാതക കേസിലാണ് ഗുജറാത്തിലേക്ക് കയറാതെ പോലും ഇരിക്കേണ്ട സാഹചര്യം വന്നത്, മാസങ്ങളോളം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ഭാര്യയും ഭർത്താവിനെയും ആ വിധത്തിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്നുള്ളത് ആ ഫേക്ക് എൻകൗണ്ടറാണ്. ആ അത്തരം കാര്യത്തിൽ കേസിൽ പ്രതിയായ മനുഷ്യൻ രാഷ്ട്രീയ നേതാവാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. ഇവിടെ നമ്മുടെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന് ഭേദഗതി ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, NDA ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ ആരെയും എവിടെ വെച്ചും എങ്ങനെയും അറസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെന്ന് പറയുന്നത് പോലുള്ള റൂൾ ഓഫ് ലോയിലൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവിടെ പ്രതിക്ക് അറിയാനുള്ള അവകാശവും പ്രതിക്ക് മാനുഷികമായ പരിഗണനകളും പോലും ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമെല്ലാം പറയാം. ജയിലിൽ കിടന്നിട്ടുള്ളവർക്കല്ലേ ജയിലിനെക്കുറിച്ച് അറിയാവൂ, അല്ലാതെ ജയിലിൽ കിടന്നിട്ടില്ലാത്ത ആളുകൾ, അതിൻ്റെ പുറത്തുകൂടി പോലും പോയിട്ടില്ലാത്ത ആളുകൾ ജയിൽവാസത്തെ സംബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ തീഹാർ ജയിൽ എന്നൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ, പഴയൊരു മലയാളി വ്യവസായി അവിടെ തീഹാർ ജയിലിൽ അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നതടക്കമുള്ളത്. ഇവിടെ ഡൽഹിയിലെ, ഞാനത് ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, പണം, അത് ഞാൻ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, എന്തിനാ നമ്മൾ അവരുടെ ബന്ധുമിത്രാദികളെ ദുഃഖിപ്പിക്കുന്നതെന്നുള്ളത് കൊണ്ടും, ഞാൻ ആ കുടുംബത്തെ അറിയാവുന്നതാണെങ്കിലും ഞാനത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കൂ, ഈ മണി ഫോർ പവർ, പവർ ഫോർ മണി, അങ്ങനെ ഒരു ചക്രം, എങ്ങനെ പണം രാഷ്ട്രീയ അധികാരം നേടാനും രാഷ്ട്രീയ അധികാരം പണം നേടാനും എന്നുള്ളത്, ഇത് വിവിധ ശതകോടീശ്വരന്മാരുടെ ബിസിനസ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ വരുന്ന നിലയിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJP അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് ആം ആദ്മി പാർട്ടി അപ്രത്യക്ഷമാകുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് അവർ അത്തരത്തിൽ വീമ്പ് പറയുമ്പോൾ തന്നെ ആ രാഷ്ട്രീയ പാർട്ടി പ്രായോഗിക തലത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകാതെ ഇരിക്കാനും, ഇന്ത്യയിൽ ഒരു പാൻ ഇന്ത്യ അപ്രോച്ചുള്ള രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യയിൽ പലയിടത്തും അതിനെ ഏത് വിധത്തിൽ സ്വാധീനിക്കുമെന്നും അറിയേണ്ടതാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം രാജസ്ഥാനിലെ തങ്ങളുടേതായ രാജ്യസഭാ സീറ്റ്, ആ സീറ്റിൽ ജയിച്ചതായ ഒരു വ്യക്തി KC വേണുഗോപാലിനെ തന്നെയാണ്, എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. ഇവിടെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് തന്നെ പറയാം. അവിടെ ആ സീറ്റ് അത് BJPക്ക് വെള്ളിത്തളികയിൽ കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ മുമ്പ് എങ്ങനെയെല്ലാം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായി തങ്ങൾക്ക് കഴിയും എന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ പോലും നാണം കെട്ടിട്ട് പോലും ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ നഗ്നനായ രാജാവിനെ പോലെ നിന്നൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ കക്ഷിയുമായി ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ ഫലത്തിൽ ആ പാർട്ടിക്കെതിരായിട്ടുള്ള എന്ന നിലയിൽ മാത്രമല്ല, BJPക്കെതിരായ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന, നാടിൻ്റേതായിട്ടുള്ള എല്ലാ കെട്ടുറപ്പിനെ ലംഘിക്കുന്ന നിലയിലുള്ള അത്തരത്തിലുള്ള പ്രചണ്ഡമായ നുണപ്രചരണങ്ങൾ നടത്തുന്നതായ ഒരു രാഷ്ട്രീയ കക്ഷിയും, ആ രാഷ്ട്രീയ കക്ഷിയെ തിരശീലയ്ക്ക് നിന്ന് അത്തരത്തിൽ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയേതര സംഘടനയും എല്ലാം ചേർന്ന് ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ എല്ലാ മതനിരപേക്ഷ കക്ഷികൾക്കും പുരോഗമനവാദികൾക്കും ദേശസ്നേഹികൾക്കും ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്കൊരു കടമയുണ്ട്. ആ കടമ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കോൺഗ്രസ് മറന്നുപോയില്ലേ എന്ന് ആത്മപരിശോധന നടത്തണം. തീർച്ചയായും അതാണ്